ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 6-ാം അധ്യായത്തിലെ 11 മുതലുള്ള 17 വരെയുള്ള വചനങ്ങൾ വായിക്കും. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടുള്ള പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചേർത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാവുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. നമ്മള് വിശുദ്ധ പൗലോസ് എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് വായിച്ചു കേട്ടതാണ്. നമ്മൾ ശക്തമായ ഒരു തിരുവചനം. പണ്ട് ടോയി നഗരം പിടിച്ചെടുക്കാനായി ഗ്രീക്കുകാർ അനേക വർഷം തന്നെ യുദ്ധം ചെയ്തു. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ കരുത്തരായ ടോയ് നിവാസികളുടെയും ശക്തരായ കോട്ടയുടെയും മുന്നിൽ ഗ്രീക്കുകാർ വഴിമുട്ടി നിന്നു. ഒടുവിൽ അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു. തങ്ങൾ യുദ്ധം മതിയാക്കി പിന്തിരിഞ്ഞു പോവുകയാണെന്ന ഭാവത്തിൽ അവർ അല്പം പിൻവാങ്ങി. അതിനു മുമ്പായി തടികൊണ്ട് ഭീകരമായൊരു കുതിരയെ ഉണ്ടാക്കി നഗര കവാടത്തിലേക്ക് ഉന്തിയും തള്ളി അവർ കൊണ്ടുവന്നു. പക്ഷേ ആ ഭീമൻ തടിക്കുള്ളിൽ ഏതാനും ഗ്രീക്ക് പടയാളികൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ശത്രു സൈന്യം പിൻവാങ്ങുന്നതിന്റെ ആശ്വാസത്തിൽ ടോയ് നിവാസികൾ തടിക്കുതിരയെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇട്ടുകൊടുത്ത സമ്മാനമായി കരുതി വലിയ ആഘോഷത്തോടെ നഗരത്തിനുള്ളിൽ അതിനെ കൊണ്ടുവന്നു. അങ്ങനെ ശത്രു സൈന്യം പിൻവാങ്ങിയതിൻ്റെ ആഹ്ലാദത്തിലും സ്വർഗത്തിൽ നിന്ന് സമ്മാനമായി കിട്ടിയ കുതിരയെക്കുറിച്ചുള്ള നിർവൃതിയിലും അവർ ആ രാത്രിയിൽ എല്ലാം മറന്നുറങ്ങി. എന്നാൽ ആ രാത്രിയിൽ യുദ്ധം മതിയാക്കി പിൻവാങ്ങുന്നുവെന്ന് ഭാവിച്ച ഗ്രീക്ക് സൈന്യം തിരിച്ചു വന്നു. കോട്ടയ്ക്കകത്തെ തടിക്കുതിരയ്ക്കുണ്ടായിരുന്ന പടയാളികൾ പുറത്തു വന്ന് കോട്ടവാതിൽ അകത്തു നിന്നും തുറന്നു കൊടുക്കുകയും ശത്രു സൈന്യം നഗരവാസികളെ കൊല്ലുകയും നഗരം പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ കഥ ഓർക്കുമ്പോഴെല്ലാം ആത്മീയ ജീവിതത്തിൻ്റെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. യുദ്ധം ഒഴിവായി എന്ന് ആശ്വസിച്ച് ജാഗ്രത ഇല്ലായിരുന്നപ്പോഴാണ് ശത്രു സൈന്യം ടോയ് നഗരത്തെ കീഴടക്കിയത്. അതുപോലെ ഏതു വിധത്തിലും നമ്മെ കീഴടക്കാൻ തക്കൻ പാർത്തിരിക്കുന്ന സാത്താനെ ശത്രുവായി നാം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളപ്പോൾ നാം കൂടുതലായി പ്രാർത്ഥിക്കും, പലരും ഒരുങ്ങിയിരിക്കും. എന്നാൽ പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ടൊന്നും അനുഭവപ്പെടാത്ത അവസ്ഥയായിരിക്കുമ്പോൾ കാലങ്ങളിൽ നമ്മൾ അലസരമായി ആയിരിക്കും, മടിയുള്ളവരായിരിക്കും. ജാഗ്രതയില്ലായ്മയും പിശാച് മുതലെടുത്ത് നമ്മളെ കീഴ്പ്പെടുത്തിയേക്കാം. തന്മൂലം നിരന്തര ജാഗ്രതയില്ലെങ്കിൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശത്രു സൈന്യം ഒളിച്ചിരുന്ന മരക്കുതിരയെ ടോയ് നിവാസികൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമാണെന്നാണ് കരുതിയത്. അവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്. അതുപോലെ ധാർമ്മികമല്ലാത്ത വരുമാന മാർഗങ്ങളും നമ്മുടെ ആത്മാവിനെ ദുർബലമാക്കാൻ ഇടയുള്ള
സ്ഥാനമാനങ്ങളും നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടാൻ നമുക്ക് സാധ്യതയുണ്ട്. കൂട്ടുകെട്ടുകളും അംഗീകാരവും അഭിനന്ദനങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമായി നാം തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, അതിലൂടെയെല്ലാം സാത്താൻ നമ്മുടെ ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഉള്ളിൽ കയറാൻ ഇടയുണ്ട്. അവൻ നമ്മുടെ സംരക്ഷണത്തിൻ്റെ വാതിലുകൾ തകർക്കുമ്പോൾ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും പ്രലോഭനങ്ങളുമാകുന്ന ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നാം തകർന്ന് തരിപ്പണമാകും. പ്രിയമുള്ളവരെ, ഈ ദുരന്തത്തിൻ്റെ നമ്മൾ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ പൗലോസ്ലീഹ എഫെസർക്ക് എഴുതിയ ഈ ഉപദേശം വളരെ അർത്ഥവത്താണ്. അതാണ് നമ്മളെപ്പോഴും മനസ്സിൽ പേറി നടക്കേണ്ടത്. വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവേൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടുള്ള പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാരത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവേൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാവുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കൃത്തതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടുത്തൊപ്പി ഉണിയും ദൈവവചനമാവുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യും. എല്ലാത്തിനും ഉപരിയായിട്ടാണ് എന്താണ് പറഞ്ഞ്, ദൈവവചനത്തിന്റെ വാള് സദാ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇതുകൊണ്ട് മാത്രമാണ് രക്ഷയുള്ളത്. പ്രിയമുള്ളവരെ, നമുക്ക് നൽകിയ വചനം, ശക്തമായ തിരുവചനം നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കണ്ണടയ്ക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവേ, നിരന്തര ജാഗ്രതയാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അടിസ്ഥാനമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ജഡികതയും അലസതയും കൂടി ഞങ്ങൾ പലപ്പോഴും കർത്താവേ നിന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ ശത്രു ഞങ്ങളെ ആക്രമിക്കുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, എന്നും ഉണർവുള്ളവരായിരിക്കാനും കർത്താവെ പ്രാർത്ഥനയിൽ അലസത കൂടാതെ മുന്നേറുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.